ജനപങ്കാളിത്തത്തോടെ വികസനത്തിന് പുതിയ ദിശയൊരുക്കി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് കുറ്റൂർ നന്നമ്പ്ര ഡിവിഷനിലെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ മുഴുവൻ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് ജനസഭ സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേരിട്ട് ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് നന്നമ്പ്ര ഡിവിഷൻ പരിധിയിലെ എടരിക്കോട്, തെന്നല, നന്നമ്പ്ര പഞ്ചായത്തുകളിലെ അംഗങ്ങളാണ് ജനസഭയിൽ പങ്കെടുത്തത്. സ്വന്തം വാർഡുകളിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളും അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളും പഞ്ചായത്ത് അംഗങ്ങൾ ജനസഭയിൽ അവതരിപ്പിച്ചു. പരമ്പരാഗത വികസന സമീപനങ്ങൾക്കപ്പുറം കാലോചിതവും ജനകീയവുമായ വികസന കാഴ്ചപ്പാടുകളാണ് ജനസഭയിൽ അവതരിപ്പിക്കപ്പെട്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് കുറ്റൂർ വ്യക്തമാക്കി. വികസനത്തിന്റെ പുതിയ ആവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത്. പുതുമയുള്ള ഒരു വികസന അജണ്ടക്ക് നന്നമ്പ്ര ഡിവിഷനിൽ രൂപം നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രാത്രി വരെ ഈ ഡിസ്കസ് നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മെമ്പർമാർ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും, അവരുടെ വാർഡിലേക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കും. അതനുസരിച്ച് അതെങ്ങനെ ചെയ്തു പോകാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിനൊപ്പം CSR ഫണ്ടുകൾ ഉൾപ്പെടെ സമാഹരിച്ചാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുക. നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ജില്ലാ പഞ്ചായത്തിന്റെ ഏതൊക്കെ ഫണ്ട് ഏതെല്ലാം തരത്തിൽ വിനിയോഗിക്കപ്പെടാനും വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് വികസന മുരടിപ്പുണ്ട്. കാർഷിക മേഖലയിലായാലും ശരി, മറ്റ് കാര്യങ്ങൾ അതൊക്കെ നികത്തിയിട്ട് കക്ഷി രാഷ്ട്രീയ ജാതിപതി ഭേദമന്യേ വികസനങ്ങളിൽ എല്ലാവരേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. ജനങ്ങളുടെ ആവശ്യം നേരിട്ട് കേട്ട് വികസനത്തെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള ശ്രമമാണ് ഈ ജനസഭയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറയുന്നു. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.